ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നല്ല മൂടി കെട്ടിയിരിക്കുന്നുണ്ടായിരുന്നു മഴയൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ നമുക്ക് സ്കൂളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് റെഡ് റൈസാണ് കേട്ടോ, ഒരു കുത്തി അരി പോലെയുള്ള അരിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് വേവുണ്ട്, ഒരു 5 വിസിലൊക്കെ അടിക്കണം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് എഴുന്നേറ്റ ഉടനെ തന്നെ അതൊന്ന് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. ഞാൻ ഇൻഡക്ഷനിൽ വെള്ളം ചൂടാക്കിയിട്ടാണ് കേട്ടോ ചോറിലേക്കും ചെറുപയറിലേക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് വിസിലടിക്കുമല്ലോ, കാരണം ഓൾറെഡി ചൂടായല്ലോ. അങ്ങനെ ഇല്ലെങ്കിൽ രാവിലെ ഒന്നും നടക്കില്ല. തണുപ്പും കൂടി ആകുമ്പോഴേ നമുക്കൊരു മടിയാണ് രാവിലെ തന്നെ പണികൾ പെട്ടെന്ന് ചെയ്യാനേ. അപ്പോൾ രണ്ടും ഒന്നിച്ച് തന്നെ ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ പർപ്പിൾ ക്യാബേജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് അരിഞ്ഞ് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമാട്ടോ ക്യാബേജ് ഇങ്ങനെ നീളത്തിൽ അരിയാൻ വേണ്ടി. കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല, മറ്റേ നമ്മൾ സാധാരണ ക്യാബേജ് ഇവിടെ വാങ്ങൽ കുറവാണ്. ഇത് ഞാൻ വല്ലപ്പോഴും വാങ്ങും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുകിട്ടു. അത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ക്യാബേജും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയിട്ട് അടച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് വേവുമല്ലോ കാബേജ്. ആവശ്യമുണ്ടെങ്കിൽ, വെന്തില്ല എന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഒന്ന് വെള്ളം തളിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടിയായി. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഇത്രയേ ഉള്ളൂ, രാവിലെ പെട്ടെന്ന് ചെയ്തതാണ്. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ, വേറെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേറെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ കറികളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ലഞ്ചൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ പിന്നെ ഒരു മുട്ടയും കൂടി ഓംലേറ്റ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ദോശ ഉണ്ടാക്കി കൊടുത്തു പിള്ളേർക്ക്, ചെറുപയറും കൂട്ടി കഴിച്ചോളൂ അവർ. അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ രാവിലെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്യാണ്. ചോറിട്ട് കൊടുത്തു. പിന്നെ അച്ചാറുണ്ടായിരുന്നു, നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് നാരങ്ങ അച്ചാറും കൂടി വെച്ച് കൊടുത്തു. ഇതിന് വേറൊരു തട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ക്യാബേജും പിന്നെ മുട്ട, സവാളയൊന്നും ഇടില്ല കേട്ടോ, മുട്ട ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് ബീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തതാണ്. എന്നിട്ട് തിരിച്ച് മറച്ചു വിട്ട് വേവിച്ച് കൊടുക്കും. അതും കൂടി ഇട്ട് കൊടുത്തു. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ ലഞ്ച്. പിന്നെ വേറൊരു പാത്രത്തിൽ ചെറുപയർ ഇട്ട് കൊടുത്തു. പിന്നെ ഇന്ന് സ്നാക്സായിട്ട് ബിസ്ക്കറ്റും കോണും ആയിരുന്നു. അത് ഞാൻ കോൺ രാവിലെ തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉപ്പും ഒക്കെ ഇട്ട് അത് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പെപ്പർ പൊടിയും കൂടി ഇട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ.